ഹായ് മക്കളെ, നമ്മുടെ എക്കണോമിക് തോട്ട് അല്ലെങ്കിൽ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്നുള്ള ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ പഠിക്കുമ്പോൾ ഒന്ന് ഗാന്ധിജിയുടെ ആ ഐഡിയോളജി പഠിച്ചു വെക്കുക, ഗാന്ധിജിയുടെ ബുക്ക് പഠിച്ചു വെക്കുക. ഏതായിരുന്നു? ഹിന്ദ് സ്വരാജ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നമ്മുടെ ട്രസ്റ്റിഷിപ്പ് എന്നുള്ളൊരു സംഭവമില്ല, ഐഡിയോളജി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയാസ് എന്ന് പറഞ്ഞു വെച്ചാൽ റൂറൽ എക്കണോമി, ഗ്രാമപ്രദേശങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നോക്കണം മക്കൾ, എന്താണ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സാമ്പത്തിക ശാസ്ത്ര ചിന്തകളുടെ ക്രോഡീകരണം. എന്താണ് ഗാന്ധിയൻസിൻ്റെ ഐഡിയോളജി, അല്ലെങ്കിൽ ഗാന്ധിയൻസ് എങ്ങനെയാണ് ഈ സമ്പദ് ശാസ്ത്ര ചിന്തകന്മാരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗാന്ധിയൻസ് എക്കണോമിക്കളുടെ തോട്ടിൽ പങ്കാളികളാവുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഗാന്ധിജി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണേ. ഒന്ന്, പ്രയോറിറ്റി ടു റൂറൽ അഗ്രികൾച്ചർ സിസ്റ്റം, പ്രയോറിറ്റി ടു കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥക്ക് എന്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗ്രാമീണ വ്യവസ്ഥക്ക് ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറഞ്ഞു, പ്രാധാന്യം കൊടുക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, എംഫസിസ് ഓൺ സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി, വെച്ചാൽ കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന കൊടുക്കാൻ പറഞ്ഞു. അതും ഒരു കാര്യം പറഞ്ഞു. ആര്? ഗാന്ധിജി പറയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യം എക്കണോമിക്കലായിട്ട് അടിപൊളിയാവും. അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ട് എന്ത് വേണം എന്ന് പറഞ്ഞാൽ, എക്കണോമി ബിൽട്ട് ഓൺ ഇക്വാലിറ്റി, വെച്ചാൽ ഒരു സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സമത്വം ഉണ്ടായിരിക്കണം. എപ്പോഴും എക്കണോമിക്കലായിട്ട് നമ്മൾ പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വം ഉണ്ടായിരിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് എ സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ് ലോക്കൽ എക്കണോമി, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇതായിരുന്നു ഗാന്ധിജിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ മക്കളെ, ഗാന്ധിജിയുടെ കാര്യങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ സിമ്പിളായിട്ട് പഠിക്കണേ. വെറും 3 മിനിറ്റിലാണ് നിങ്ങൾ 4 മാർക്ക് വാങ്ങാൻ പോകുന്നത്. ഇത് ഉറപ്പായിട്ടുള്ള ചോദ്യമാണ്, എപ്പോഴും എക്സാമിന് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ഒന്ന് ഗാന്ധിജിയുടെ ബുക്ക് പഠിക്കുക, ഹിന്ദ് സ്വരാജ്, ഗാന്ധിയുടെ ഗ്രന്ഥം ഹിന്ദ് സ്വരാജ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആ ഐഡിയോളജി എന്തായിരുന്നു? ട്രസ്റ്റിഷിപ്പ് അല്ലെങ്കിൽ ഐഡിയാസ്. ഗാന്ധിജിയുടെ എക്കണോമിക്കലായിട്ടുള്ള ഒരു ഐഡിയ ആണ് ട്രസ്റ്റിഷിപ്പ്. അതെന്താണ് ഈ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ? നോൺ വയലൻസ്, അഹിംസയിലൂന്നിയ കാര്യങ്ങളൊക്കെ. പിന്നെ ഗാന്ധിജിയുടെ ഒരു എക്കണോമിക് തോട്ടും കൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മക്കളെ 4 മാർക്ക് ഈ ഭാഗത്ത് നിന്ന് തന്നെ സെറ്റാണ്. ഹാപ്പി അല്ലേ? അപ്പോൾ ഓക്കെ അല്ലേ? അടിപൊളിയായിട്ട് പോകണില്ലേ? അപ്പോൾ ബൈ ബൈ.